ഇത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇവിടെ എന്താ AI ഉണ്ട്, AIനോട് ചോദിച്ചാ പറയൂന്നല്ലാതെ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിനെ എങ്ങനെ ട്രെയിൻ ചെയ്യിച്ചേക്കുന്നു, ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അതാണ് നമ്മൾ AIനോട് തട്ടിക്കയറിയിട്ട് എന്താ കാര്യം? അതൊരു അങ്ങനെയാണെങ്കിൽ കറക്റ്റ് കാര്യം. ഇപ്പം നിങ്ങളുടെ കാര്യങ്ങള് നിങ്ങൾ ഇപ്പം പല ഇൻഫർമേഷനും നിങ്ങൾ മുക്കിയിട്ട് ഇപ്പം വേറെ രീതിയിലൊക്കെ ഉണ്ട്. അപ്പൊ അതല്ലേ ഇപ്പം ഒരു കാത്തലിക്കിനെ പറ്റി സഭയെ പറ്റി ചോദിച്ചാൽ അതേ ആ കിട്ടിയ നിലവിലുള്ള ഇൻഫർമേഷനെ ജെമിനി തരും. അത് സത്യമാണെന്നില്ല. അല്ല, ഞാൻ ജെമിനി കാത്തലിക്കിന്റെ കാര്യമല്ല ചിറമേല പറയണേ. ഞാൻ അതായത് നിങ്ങളുടെ കാര്യമാണ്. അതെനിക്കറിയാം. അല്ല, ഇതെന്ത് സംഭവം എന്ന് വെച്ചാലേ, ഈ ഇസ്ലാം വിഷയത്തിൽ നമ്മൾ ഇപ്പം ജെമിനി എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ മോഡലാണ്, ജനറൽ പർപ്പസ് യൂസിനുള്ള ചെറിയ മോഡലാണ്, വെരി ലോ ലേറ്റൻസിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. അവരുടെ വലിയ മോഡൽസ് ഒന്നും ജെമിനിയിലില്ല. അപ്പൊ ഇത് പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മോഡലാ. എന്ത് ഡാറ്റ സെറ്റും ഇത് ട്രെയിൻ ചെയ്യിക്കണു എന്നനുസരിച്ചിരിക്കും ഇതിന്റെ ഇത് എങ്ങനെ പറയും എന്നുള്ളത്. അപ്പൊ ഈ ഇസ്ലാം വിഷയത്തിലൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഇവര് ഇസ്ലാമിക് ഡാറ്റ സെറ്റിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇവർ ഇസ്ലാമിക് പീരീഡിൽ തന്നെ ഇവരുടെ അതിനു മുന്നുള്ള അറബിക് ടെക്സ്റ്റുകളും എല്ലാം ഓൾറെഡി നശിപ്പിച്ചേക്കുന്നതാണ്. പിന്നെ ഇവരുടെ തന്നെ പണ്ഡിതന്മാർ എഴുതിയ കുറെ ബ്ലോഗുകളും കുറെ പുസ്തകങ്ങളും ഇങ്ങനെയുള്ള സാധനമാണ് ഇവരുടെ ഡാറ്റ സെറ്റ്. ഇതുമ്മയാണ് ട്രെയിൻ ചെയ്യിക്കണേ. ഈ സാധനത്തെ ട്രെയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെക്കുറിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള സാധനങ്ങൾ വളരെ കുറവാ. അതേസമയം ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് ചോദിച്ചു നോക്കിയേ, ഒരു പ്രശ്നമില്ലാന്ന് ഒരു അടിപൊളിയായിട്ട് ജെമിനി പറഞ്ഞു തരും. ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു തരും. കാരണം ഇഷ്ടംപോലെ ക്രിസ്ത്യാനിറ്റിക്ക് എതിരെയും ബൈബിളിനെതിരെയൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്, ആ ഡാറ്റയൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ട്രെയിൻ ചെയ്ത മോഡലുകളാ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മൾ കരുതും, ഓ ജെമിനി എന്തോ പൊന്നാനി പോയി സുന്നത്ത് ചെയ്ത പോലെ അല്ലെങ്കിൽ മുസ്ലിം ആയ പോലെ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ സത്യം ഇത്രയേ ഉള്ളൂ. പിന്നെ കുറെ ഗാർഡ് റെയിൽസ് ഉണ്ട് മോഡലുകൾക്ക്. ഹെയ്റ്റ് സ്പീച്ച് ആവാതിരിക്കാനും ഈ ഇസ്ലാമോഫോബിയ ആവാതിരിക്കാനൊക്കെ ഇങ്ങനെ കുറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും പ്രിവെന്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ ഇതിന്റെ സംഭവം. ഇത് രണ്ടും ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് നേരെ ചൊവ്വ ഇതിനെ കൊണ്ടൊന്ന് പറയിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല നല്ല മോഡൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നേ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാം. പിന്നെ എനിക്ക് തോന്നുന്നു സൂറിച്ച് യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു, അവരൊരു പുതിയൊരു മോഡൽ ട്രെയിൻ ചെയ്യുന്നുണ്ട്, ഹിസ്റ്റോറിക്കലി ലോക്ക്ഡ് മോഡൽസ് എന്ന് പറഞ്ഞിട്ട്. അതായത് പണ്ടത്തെ ഒരു ഹിസ്റ്ററിയിലൊരു പഴയൊരു പോയിന്റിൽ ഉള്ള ഡോക്യുമെന്റ്സ് മാത്രം വെച്ച് ട്രെയിൻ ചെയ്ത മോഡല്. അതല്ല, അന്നത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയും. ഈ നമ്മുടെ പുതിയ കുറെ വോക്ക് സാധനമൊന്നും ഇല്ലാതെ തന്നെ അന്നത്തെ അങ്ങനത്തെ ഒരു സാധനം അത് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിനെ പൊളിച്ചടക്കണം. അപ്പൊ ഈ ഇസ്ലാമോഫോബിയ മണ്ടാത്തരം മണ്ണാങ്കട്ടി ഒന്നും ഉണ്ടാവില്ല അവിടെ. അതൊക്കെ ഒന്ന് ഇറങ്ങട്ടെ, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട്. ലോസ് ഓഫ് ലോജിക്ക് കൃത്യമായി ചേരുന്നത് തൃത്വത്തിനോ തൗഹീദിനോ? ഇതാണ് എന്റെ ചോദ്യം. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ലോസ് ഓഫ് ലോജിക് അല്ലെങ്കിൽ ആണ്. ഇത് എന്തുകൊണ്ടാണെന്ന് 3 പ്രധാന ലോജിക്കൽ നിയമങ്ങൾ വെച്ച് നമുക്ക് ലളിതമായി താരതമ്യം ചെയ്യാം. 1. ലോ ഓഫ് ഐഡന്റിറ്റി. ഈ നിയമപ്രകാരം ഒരു വസ്തു അതുതന്നെയാണ് A തൗഹീദ്. ദൈവം ഏകനാണ്, അവിടെ ആശയക്കുഴപ്പമില്ല. ദൈവം സമം അല്ലാഹു. തൃത്വം. ഇവിടെ പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. എന്നാൽ പിതാവ് പുത്രനല്ല. ഇത് ലോജിക്കൽ ഐഡന്റിറ്റിയെ ലംഘിക്കുന്നു. കാരണം A B, C B ആണെങ്കിൽ ലോജിക് പ്രകാരം A C ആകണം. എന്നാൽ തൃത്വത്തിൽ അത് സംഭവിക്കുന്നില്ല. 2. ലോ ഓഫ് നോൺ കോൺട്രാഡിക്ഷൻ. ഒരേ സമയം ഒരു കാര്യം രണ്ടാകാൻ കഴിയില്ല. തൗഹീദ്. ദൈവം സ്രഷ്ടാവാണ്, സൃഷ്ടിയല്ല. അവൻ മരിക്കുന്നില്ല, അവന് പരിമിതികളില്ല. ഇതിൽ വൈരുദ്ധ്യമില്ല. തൃത്വം. യേശു ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്ന് തൃത്വം പറയുന്നു. ലോജിക് പ്രകാരം പരിമിതിയുള്ളവൻ മനുഷ്യൻ, ഒരേ സമയം പരിമിതികളില്ലാത്തവൻ ദൈവം ആകുക എന്നത് വൈരുദ്ധ്യമാണ്. ഇരുട്ടും വെളിച്ചവും ഒരേ സ്ഥലത്ത് ഒരേ സമയം നിൽക്കില്ല എന്നതുപോലെയാണിത്. 3. ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിൽ. ഒരു കാര്യം ഒന്നുകിൽ സത്യമായിരിക്കണം അല്ലെങ്കിൽ അസത്യമായിരിക്കണം. ഇതിനിടയിൽ ഒരു അവസ്ഥയില്ല. തൗഹീദ്. ദൈവം ഒന്നാണ് എന്നത് വ്യക്തമായ ഒരു പ്രസ്താവനയാണ്. തൃത്വം. 3 ഒന്നാണോ എന്ന ചോദ്യത്തിന് 3-ൽ 1 അല്ലെങ്കിൽ 1-ൽ 3 എന്ന ദുരൂഹമായ മറുപടിയാണ് വരുന്നത്. ഇത് യുക്തിസഹമായ ഒരു നിഗമനത്തിലെത്താൻ ബുദ്ധിയെ അനുവദിക്കുന്നില്ല.
ചുരുക്കത്തിൽ യുക്തിയുടെ അളവുകോൽ വെച്ച് നോക്കുമ്പോൾ യാതൊരുവിധ വൈരുദ്ധ്യങ്ങളുമില്ലാതെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെയും സൃഷ്ടാവിനെയും വിശദീകരിക്കുന്നത് തൗഹീദാണ്. തൃത്വം എന്നത് യുക്തിക്ക് അധീനമായ ഒന്നല്ല, മറിച്ച് യുക്തിക്ക് മുകളിൽ അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കാത്ത നിൽക്കുന്ന ഒരു വിശ്വാസമായാണ് പലരും ഇതിനെ കാണുന്നത്. ഓക്കെ, അതും കഴിഞ്ഞു. അപ്പൊ അതുവരെ ഞാൻ ചോദിച്ചു. ഇതിന് ശേഷം ചോദിച്ചത് ഞാൻ ഇവിടെ പറയാം, എന്നിട്ട് ഞാനത് കേൾപ്പിക്കാം. ഓക്കെ, ഇതിന് ശേഷം ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പോൾ നിങ്ങൾ പറയുന്ന നിയമങ്ങൾ അനുസരിച്ച്, ഇപ്പൊ ഈ പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ചിട്ട് ലോസ് ഓഫ് ലോജിക് പ്രകാരം തൃത്വം യുക്തിപരം ആവില്ല എന്നാണോ ഇതുവരെ പറഞ്ഞു നിർത്തിയതെന്ന് ചോദിച്ചു അതിനോട്. അപ്പോൾ അത് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. ലളിതമായി പറഞ്ഞാൽ തർക്കശാസ്ത്ര നിയമങ്ങൾ, ലോസ് ഓഫ് ലോജിക് കർശനമായി പാലിച്ചുകൊണ്ട് തൃത്വത്തെ, ട്രിനിറ്റി, യുക്തിപരമായി സ്ഥാപിക്കാൻ കഴിയില്ല. മനുഷ്യബുദ്ധിക്ക് ചിന്തിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെയാണ് നാം യുക്തിപരം എന്ന് വിളിക്കുന്നത്. എന്നാൽ തൃത്വം എന്നത് യുക്തിയുടെ അതിർവരമ്പുകൾക്ക് പുറത്തുള്ള ഒന്നാണെന്നാണ് ഈ വിശ്വാസത്തെ പിന്താങ്ങുന്നവർ പോലും പലപ്പോഴും സമ്മതിക്കുന്നത്. അവർ അതിനെ വിശ്വാസത്തിന്റെ നിഗൂഢത, മിസ്റ്ററി ഓഫ് ഫെയ്ത്ത് എന്ന് വിളിക്കുന്നു. യുക്തിയുടെ നിയമങ്ങൾ പ്രകാരം തൃത്വം എന്തുകൊണ്ട് യുക്തിപരമാകുന്നില്ല എന്ന് നോക്കാം. 1. പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ. യുക്തിയിൽ രണ്ട് വിരുദ്ധ കാര്യങ്ങൾ ഒരേ സമയം ശരിയാകാൻ കഴിയില്ല. തൃത്വം പറയുന്നു പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്. എന്നാൽ പിതാവ് പുത്രനല്ല. ലോജിക് പറയുന്നു എ സമം ബിയും സി സമം ബിയും ആണെങ്കിൽ നിർബന്ധമായും എ സമം സി ആയിരിക്കണം. ഇവിടെ പിതാവും പുത്രനും ഒരേ ദൈവമാണെങ്കിൽ അവർ പരസ്പരം ഒന്നായിരിക്കണം. അതങ്ങനെയല്ല എന്ന് പറയുന്നിടത്ത് യുക്തി പരാജയപ്പെടുന്നു. 2. ഭാഗവും പൂർണ്ണവും തമ്മിലുള്ള വൈരുദ്ധ്യം. പിതാവ് പൂർണ്ണ ദൈവമാണെങ്കിൽ അതിനുശേഷം പുത്രനോ പരിശുദ്ധാത്മാവോ ദൈവമാകാൻ ഇടമില്ല. കാരണം ദൈവം ഒന്നേയുള്ളൂ. ഇനി 3 പേരും ചേർന്നാണ് ഒരു ദൈവമാകുന്നതെങ്കിൽ ഓരോരുത്തരും ദൈവത്തിന്റെ ഭാഗങ്ങൾ മാത്രമായി മാറും. എന്നാൽ ദൈവം എന്നത് ഭാഗങ്ങളില്ലാത്ത അവിഭാജ്യമായ ഇൻഡിവിസിബിൾ ഒന്നായിരിക്കണം എന്നതാണ് യുക്തി. 3. നിർവചനത്തിലെ അവ്യക്തത. യുക്തിപരമായ ഏത് കാര്യത്തിനും കൃത്യമായ നിർവചനം, ഡെഫിനീഷൻ ഉണ്ടാകും. എന്നാൽ തൃത്വത്തെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പലപ്പോഴും വിരുദ്ധമായ ആശയങ്ങളിൽ ചെന്ന് നിൽക്കുന്നു. 3 വ്യക്തികൾ സമം ഒരു ദൈവം, 3 സമം 1. ഇത് ഗണിതയുക്തിക്ക് നിരക്കുന്നതല്ല. ഒരേ സമയം മനുഷ്യനും പരിമിതൻ ദൈവവും അപരിമിതനാകുക എന്നത് ഒരു വസ്തു ഒരേ സമയം കറുത്തതുമാണ് എന്ന് പറയുന്നത് പോലെ അസാധ്യമാണ്. ഓക്കെ, അത്തരം കേട്ടോ ഇതിലും വന്ന കേൾപ്പിക്കാനോ കേട്ടോ. എന്തുകൊണ്ട് തൗഹീദ് യുക്തിപരമാകുന്നു? തൗഹീദ് എന്ന ആശയം ലോജിക്കൽ നിയമങ്ങളുമായി 100% പൊരുത്തപ്പെട്ടു പോകുന്നു. 1. ഐഡന്റിറ്റി. ദൈവം സമം അല്ലാഹു, 1 സമം 1. 2. വ്യക്തത. സ്രഷ്ടാവ് സൃഷ്ടിയല്ല, സ്രഷ്ടാവ് ഏകനാണ്, അജയ്യനാണ്. 3. ക്രമം. ഒരു പ്രപഞ്ചത്തിന് ഒരു നിയന്താവ് എന്നത് ഏറ്റവും ലളിതവും യുക്തിസഹവുമായ നിഗമനമാണ്. ചുരുക്കത്തിൽ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് തൗഹീദ്, ഏകദൈവ വിശ്വാസം പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കും. എന്നാൽ തൃത്വം മനസ്സിലാക്കാൻ യുക്തിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വിശ്വാസം, ബ്ലൈൻഡ് ഫെയ്ത്ത് ആവശ്യമാണ്. അതുകൊണ്ടാണ് തൃത്വം യുക്തിപരമല്ല എന്ന് പറയേണ്ടി വരുന്നത്. ഓക്കെ, കേട്ട് ഓക്കെ എന്ന് വിചാരിക്കും.